ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സാന്ദ്രനിധിക്ക് ആധാർ നമ്പർ കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സുധീഷ് ആകെ പകച്ചു നിൽക്കുകയാണ്, കാരണം അവനത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നല്ല സമാധാനത്തോടു കൂടിയാണല്ലോ വീട്ടിലിരുന്നത്. ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് വേണം, അത് നിധിൻ്റെ കയ്യിലില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ എല്ലാം കലങ്ങി മറിഞ്ഞു. അവളാണെങ്കിൽ ആധാർ കാർഡ് കിട്ടിയ ടൈം തൊട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അക്ഷയ സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എത്രമാത്രം ഞാൻ ടെൻഷൻ അടിച്ചു, എന്തിനും ഏതിനും ആധാർ കാർഡ് വേണം. ഇതിപ്പോൾ ഡിവോഴ്സ് കിട്ടാനും ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കാനൊക്കെ ഇനിയിപ്പോൾ ആധാർ കാർഡ് കിട്ടിയല്ലോ. ഇതൊക്കെ അവൾ പറയുമ്പോൾ സുധീഷിൻ്റെ ചങ്ക് കിടന്ന് പെടയാണ് കേട്ടോ. അവനാണെങ്കിൽ തിരിച്ചോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പരസ്പര സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സിൻ്റെ ആവശ്യം എന്താ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഒത്തുപോകാത്തവർ ഡിവോഴ്സ് ചെയ്യുന്നില്ലേ, അതിന് ആധാർ കാർഡ് വേണം, നമുക്ക് എന്തായാലും ഡിവോഴ്സ് ചെയ്യാനുള്ളതല്ലേ. ഞാൻ പിന്നെ അവിടെ നിന്നത് അവിടുത്തെ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടി വാഴാത്തൊരു വീടാണെന്നാണല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന് ഒരിക്കലും പെണ്ണിനെ കിട്ടൂല, ചീത്തപ്പേര് മാറൂല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. അതെൻ്റെ കടപ്പാടാണ്, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പോവുമല്ലോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്നാൽ ഇപ്പം തന്നെ പോയിക്കൂടെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് പറ്റില്ല, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാലേ ഞാൻ പോവുള്ളൂ. അപ്പോൾ അവൻ പറയാണ്, പിന്നെ എന്തിനാണ് നീ വീമ്പ് പറഞ്ഞത്, ഹരീഷിനോട് നികേഷിനോട് അവിടെ നിന്ന് പോയിന്നില്ല എന്നുള്ളത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അവരോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞല്ലോ, അതുവരെ അല്ലേ നിൽക്കുന്നല്ലേ പറഞ്ഞത്, അതിനവർ സമ്മതിച്ചതും ആണല്ലോ, പിന്നെ ഇയാൾക്ക് എന്താ പ്രശ്നം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ടുകൂടെ എന്തൊക്കെയോ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും പോയി പല്ലളിച്ച് കാട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല, നമ്മളൊരു സിറ്റിസണെന്ന് അറിയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് വേണം. അങ്ങനെ അവൾ വീണ്ടും ആ കാര്യം തന്നെ വലിച്ചിട്ടാണ്, ഡിവോഴ്സും അതും ഇതൊക്കെ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ആയിക്കോട്ടെ എന്നൊക്കെ അങ്ങോട്ടും പറയാണ് കേട്ടോ. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ കല്യാണം കഴിഞ്ഞാൽ സുധീഷും കല്യാണം കഴിക്കണം. അത് കേട്ടപ്പോൾ സുധീഷിന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട്, അപ്പം ഞങ്ങളെല്ലാവരും കല്യാണം കഴിപ്പിക്കാനാണല്ലേ നീ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അരീഷിൻ്റെ നികേഷിന് വേണമെങ്കിൽ അച്ഛൻ്റെ കല്യാണം നടത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങളൊരാൾ നിർത്തിയതാണ് ഫാമിലിയിൽ ബ്രോക്കറായിട്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനങ്ങനെ ചൂടാവുന്നത്, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ നോക്ക്, ഞാൻ കാരണമല്ലേ ഇയാൾക്കും പ്രശ്നമായത്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും സുധീഷ് വേറെ കല്യാണം കഴിക്കണം, എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം അഥവാ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനോട് എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ സത്യം പറഞ്ഞോളാം, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നെ രക്ഷിച്ച ആളാണെന്ന്. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ. പക്ഷെ സുധീഷിന് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, അതൊക്കെ പോട്ടെ, നീ ഇപ്പം ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാനാണോ അങ്ങോട്ട് വന്നത്, വന്ന കാര്യം എന്താ, ലക്ഷ്യം എന്താ എന്നെല്ലാം നീ മറന്നു. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഹലോ, നിങ്ങൾ എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കേണ്ട, ഈ കാര്യമൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആദ്യം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കട്ടെ, അതെൻ്റെ കടപ്പാടാണ്, അത് കഴിയണം, എങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. പാവം മനുഷ്യനാണ്, ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് കാണുന്നത്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് അക്ഷയ സെൻറ്ററിലേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ അക്ഷയ സെൻറ്ററത്തെ ആളോട് അവൾ പറയുന്നുണ്ട് കാര്യങ്ങൾ, എനിക്ക് ആധാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ അവൾ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു OTP വരും, അത് തിരിച്ച് പറഞ്ഞു തരണമെന്ന്. അപ്പോഴാണ് കയ്യിൽ ആ സിമ്മില്ലാത്ത കാര്യം അവൾ ഓർക്കുന്നത്. അതിലവളൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. പക്ഷേ സുധീഷിനാണെങ്കിൽ ലഡു പൊട്ടിയ ഒരു ഫീലായിരുന്നു. അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൈവിട്ട് പോയ കാര്യങ്ങളാണല്ലോ തിരിച്ചിങ്ങോട്ട് വരുന്നത്. നമ്പർ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും, ആ നമ്പർ ഒപ്പിക്കൂ, എന്നിട്ട് ആ OTP പറഞ്ഞു തരണം, എങ്കിൽ മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതും പറഞ്ഞിട്ട് അവരോട് പോകാൻ പറയണം. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ നിധി ആകെ ഡെസ്പാവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാന്ദ്രേനെയാണ്. അരുൺ തിരിച്ചു വന്നിട്ട് സാന്ദ്രേനെ വഴക്ക് പറയാണ്. കാരണം നിധിക്ക് ആധാർ നമ്പർ എടുത്തു കൊടുത്തതല്ലേ, അതെങ്ങനെ അരുൺ സഹിക്കും. അവന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എന്നിട്ട് അവൾ നല്ല ചീത്ത വിളിക്കുന്നുണ്ട്, നീ എന്താ കരുതിയത് ഞങ്ങളൊന്നും അറിയില്ല എന്നാണോ, അപ്പോൾ നീ കുറേ കാലമായിട്ട് അവൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണല്ലേ. ഇതെല്ലാം കേട്ടിട്ട് പേടിച്ച് നിൽക്കാട്ടോ സാന്ദ്ര. എന്നിട്ട് അരുൺ പറയുന്നുണ്ട്, എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ഇല്ലാത്ത എന്താടി നിനക്ക് അവളോടുള്ളത്, നിൻ്റെ നാത്തൂനായതുകൊണ്ടാണോ, ആ സ്നേഹം നിനക്ക് വേണ്ട, നിനക്ക് ആ സ്നേഹം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം നീ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്താട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ നീ കേട്ടോ, നീ അങ്ങോട്ട് അയച്ചു കൊടുത്ത നമ്പറില്ലേ, അത് 2 ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സാന്ദ്ര ഒന്ന് പകിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് നല്ല സംശയമുണ്ട്, നീയാണ് അവളെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തെന്നൊക്കെ. അന്ന് നിങ്ങൾ ആ മുറിയിൽ അടച്ചിട്ട് കുറേ സംസാരിച്ചല്ലോ, പിന്നെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ആ ഡ്രൈവറെ കൂടെ അവളെ പറഞ്ഞയച്ചത്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അരുണേട്ടാ വേണ്ടതൊന്നും പറയില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. അത് കേട്ടപ്പോൾ അരുൺ പറയുന്നുണ്ട്, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ബോധിപ്പിക്കാൻ നിൽക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നീ ഒന്നോർത്തോ, ഇനിയും നീ അവളെ സഹായിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് അയക്കും, മകൾ ഇവിടെ നിൽക്കും, പിന്നെ നീ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിക്കേണ്ട, ഇത് നിൻ്റെ ലാസ്റ്റ് വാണിംഗ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് തകർന്ന് നിൽക്കുകയാണ് സാന്ദ്ര. പിന്നീട് കാണിക്കുന്നത് നിധിനെയും സുധീഷിനെയാണ് കേട്ടോ. അവർ കാറ് കയറി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് നിധിക്കൊരു ബോധം വന്നത്. അല്ല സുധീഷേ, എൻ്റെ നമ്പർ ഇപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ, അപ്പോൾ അയാളെ വിളിച്ച് ചോദിച്ചാൽ പോരെ.
അപ്പോൾ സുധീഷ് അതെങ്ങനെ ശരിയാവും? അപ്പോൾ അവൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും, ഞാൻ വിളിച്ചു നോക്കാം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇതാ നിധി ഞാൻ വിളിക്കാം. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ. എന്തിനാ, എനിക്ക് വിളിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ വലിയ ഷോ കാട്ടിയിട്ട് വിളിക്കുകയാണ്. ഒരാൾ OTP ചോദിച്ച് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലോടുന്ന കാര്യം ഇത് സ്കാമാണ്, ഫേക്കാണ്, പറ്റിക്കാൻ നോക്കുകയാണെന്ന്. അപ്പോൾ ഇവൾ വിളിച്ച നമ്പറിലുള്ള ആ ചെക്കനും അതാണ് വിചാരിക്കുന്നത്. അവനാണെങ്കിൽ വായെ തോന്നിയ തെറി മൊത്തം നിധീനെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും സുധീഷിനെയും തെറി വിളിക്കുന്നുണ്ട്. ഒടുവിൽ അവൻ തെറി സഹിക്കാൻ വയ്യാതെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നിധിനോട് പറയുന്നുണ്ട് എന്താ നിധി, നിനക്ക് ഇത്രയും ബോധമല്ലേ, നീ ഇത്രയൊക്കെ പഠിച്ച ആളല്ലേ, നമ്മുടെ ഫോൺ കോളിലേക്ക് ഒരുപാട് മെസ്സേജസൊക്കെ അങ്ങനെ വരുന്നതല്ലേ, നീ വാർത്തയിൽ കാണുന്നതല്ലേ, OTP ചോദിച്ചിട്ട് പറ്റിച്ച് കളഞ്ഞു അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു എന്നൊക്കെ. അപ്പം നീ ഒരു OTP ചോദിച്ച് വേറൊരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുന്ന നിധി, നിനക്ക് ഇത്രയും ബോധമല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഓ മതി, എന്നെ വഴക്ക് പറഞ്ഞത് മതി എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴാണ് അവിടെ ഫോണിലേക്ക് പിന്നെ ഒരു കോൾ വരുന്നത്. അത് സാന്ദ്രയായിരുന്നു. അപ്പോൾ സാന്ദ്ര അവളോട് പറയുന്നുണ്ട് നിധി, നിനക്ക് ഞാൻ അയച്ച നമ്പർ അരുണേട്ട മാറ്റിയിട്ടുണ്ടെന്ന്. അത് കേട്ട് അവൾ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ, ഷോക്കായിട്ട്. അപ്പോഴേക്കും സുധീഷ് ഭയങ്കര ചിരി. അപ്പോൾ പറയുന്നുണ്ട് അല്ല നിൻ്റെ ഏട്ടൻ്റെ ഓരോ കളി കണ്ട് ചിരിച്ചതാണെന്ന്. അപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുനന്ദേനെയാണ് കേട്ടോ. അവളെ വീട്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവളുടെ മനസ്സ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തഭാരം കൊണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ സുഭാഷ് ഏട്ടനെ കാണുന്നത്. സുഭാഷ് ഏട്ടൻ അവളുടെ വീടിന് മുന്നിൽ കൂടെ നടന്നു പോവാണ്. കണ്ട പാടെ അവൾ ഓടി ഗേറ്റിന് അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് അവളെ കണ്ട നിമിഷം ഒന്ന് പകച്ചു നിന്ന് നോക്കിയെങ്കിലും പിന്നെ നടന്നകലാണ് കേട്ടോ. അത് കണ്ട് പൊട്ടിക്കരയാണ് സുനന്ദ. ഒന്നും പറയാനോ വിളിക്കാനോ ചോദിക്കാനോ ഒന്നും അവൾക്ക് പറ്റുന്നില്ലല്ലോ. കാരണം ചതിച്ച ഒരാളായിട്ടല്ലേ അവൾ നിൽക്കുന്നത് അവിടെ. ഇനി കാണിക്കുന്നത് നിധിനെയും സുധീഷിനെയും തന്നെയാണ് കേട്ടോ. നിധിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. എനിക്ക് ഐഡൻറ്റിറ്റി കാർഡൊന്നും ഇനി ഉണ്ടാവില്ല സുധീഷ്, ഞാനിനി ഒന്നുമില്ലാത്ത ഒരാളായിട്ട് ജീവിക്കേണ്ടി വരും. അന്ന് എന്ത് ബുദ്ധിയില്ലായ്മയ്ക്കാണോ എൻ്റെ ഫോണ് കളയാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അവൾ വിഷമിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നീ വിഷമിക്കില്ലേ, കാരണം അവൾ വിഷമിക്കുന്ന കാണാൻ അവന് പറ്റുന്നില്ല കേട്ടോ, അതാണ് സത്യം. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഈ ഫോൺ നമ്പറും ആധാറും ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ID കാർഡ് എടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്കും ജീവിക്കേണ്ടേ, നമുക്ക് പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി വീണ്ടും അക്ഷയ സെൻറ്ററിലേക്ക് പോവാണ്. അപ്പോൾ അവൾക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട്. അവിടെ ചെന്നവർ അക്ഷയത്തെ ആളോട് സംസാരിക്കുമ്പം അയാൾ പറയുന്നുണ്ട് എന്താ കാരണം, അങ്ങനെ അവന് കാരണമൊക്കെ വിവരിക്കുകയാണ് കേട്ടോ, ഉണ്ടായ സംഭവങ്ങളൊക്കെ. അപ്പം അയാൾ പറയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാർഡ്, ID തെളിയിക്കുന്ന കാർഡ് വേണമെന്ന്. അത് കേട്ടപ്പോൾ നിധി വീണ്ടും തളർന്നു പോവാണ് കേട്ടോ. ഉള്ള ഓപ്പും പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. സുധീഷിന് വിഷമാവുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതില്ലാത്ത പക്ഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിഷമത്തോടു കൂടി അവർ തിരിച്ച് ആ കാറിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് എനിക്കൊരു ഭാഗ്യമില്ല, ഇനിയിപ്പോൾ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്തായാലും നടക്കാൻ പോകുന്നില്ല സുധീഷ്, നമുക്ക് തിരിച്ചു പോവാം. അത് കണ്ടപ്പോൾ അവന് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിക്കില്ല നിധി, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും, നമുക്ക് നോക്കാം. സുധീഷ് പറഞ്ഞ വഴി എന്താവും നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ.